ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിലുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. നമ്മുടെ ഫേസ്ബുക്ക് ത്രൂ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ത്രൂ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പല സെല്ലേഴ്സും നമ്മൾ നേരത്തെ ചൈനീസ് ബോൾസം സെയിൽ ചെയ്തുകൊണ്ടിരുന്ന 70 രൂപ 80 രൂപ റേറ്റിലായിരുന്നു. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, പൂച്ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്, എപ്പോഴും ഫെയിലിയർ ആവുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് ഇതിനു വേണ്ടി മുടക്കാനില്ല, അതുകൊണ്ട് കുറച്ച് റേറ്റ് കുറച്ച് പ്ലാന്റ്സ് തരുമെന്ന്. അതുകൊണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറവിൽ 35 റുപ്പീസിന് പെർ പ്ലാന്റ് 35 രൂപ എന്ന നിരക്കിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആ പ്ലാന്റിന്റെ സൈസ് എന്നുണ്ട് ഇത് നോക്കി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂ ആണ്. അപ്പം ഇന്നലെ അയച്ച കസ്റ്റമറുടെ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് ഉൾപ്പെടുത്തിയത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും 35 രൂപ നിരക്കിൽ തരുന്നത്. കാരണം സെക്കൻഡ് സ്റ്റേജ് വന്ന പ്ലാന്റ് ആണ്. നമ്മൾ ട്രെയിലാണ് എപ്പോഴും റൂട്ട് പിടിപ്പിക്കുന്നത്. ട്രെയിൽ റൂട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ കവറിലോട്ട് മാറ്റിയ തൈകളാണ്. ഇതിനകത്ത് ഫ്ലവർ വന്ന് തുടങ്ങിയ തൈകളായിരുന്നു. അപ്പം നോക്കി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ചെറുതും വരാം, ഇതിനേക്കാളും വലുതും വരാം കേട്ടോ. നോക്കി റൂട്ട് കണ്ടോ പുറത്തോട്ട് വന്നിരിക്കുന്നത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം 10 പ്ലാന്റിന്റെ കോംബോയും 5 പ്ലാന്റിന്റെ കോംബോയും നമുക്ക് അവൈലബിൾ ആണ്. 10 പ്ലാന്റിന്റെ കോംബോയ്ക്കാണെങ്കിൽ നമുക്ക് CC 100 രൂപയാകും കേട്ടോ. ഇനി 5 പ്ലാന്റിന്റെ കോംബോ ആണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് 80 രൂപയും ആയിരിക്കും. കാരണം കുറച്ച് സോയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നോർമലി 1 kg കൂടുതൽ വെയിറ്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊറിയർ പറഞ്ഞോട്ടെ, സ്പീഡ് ആൻഡ് സേഫിന്റെ കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. ഈ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളേഴ്സിലുള്ള പ്ലാന്റ്സിന്റെ കോംബോ ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത്. റെഡ്, പിങ്ക്, മജന്ത, പിന്നെ നമ്മുടെ ഓറഞ്ച്, ഡബിൾ ഷെയ്ഡ് അങ്ങനെ കൂടിയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് തരുന്നത്. വൈറ്റിൽ തന്നെ 2 വെറൈറ്റീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് കാണിക്കാനുള്ള കാരണം കഴിഞ്ഞ ഒരു പനിയുടെ സമയത്ത് നമ്മുടെ പ്ലാന്റ്സ് ഫുൾ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചേക്കുന്നത് നല്ല ചൂട് സമയമാണ്. പ്ലാന്റ്സ് നന്നായിട്ട് കെയർ ചെയ്യുക. ഞാൻ ഈ പ്ലാന്റ്സ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ജേഡ് വൈൻ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു അടിവശത്ത് നമ്മൾ കുറച്ച് പന്തലിട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിവശത്തായിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ ജേഡ് വൈൻ്റെ ഒക്കെ നല്ല തണൽ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. കാരണം ഇടുക്കിയാണെങ്കിൽ പോലും ചൂട് ഭയങ്കരമാണ്. അപ്പം നമ്മുടെ പ്ലാന്റ്സ് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈയിടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതിരുന്നപ്പോൾ നാട്ടിൽ പോയപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഏകദേശം 250 കവറോളം ചൈനീസ് ബോൾസം കംപ്ലീറ്റ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു നേരം വെള്ളം ഒഴിച്ചില്ലേ പോലും ഈ പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് വരും കേട്ടോ. അപ്പം നമ്മുടെ കളേഴ്സ് എല്ലാം എല്ലാവരും നോക്കിക്കോളൂ. പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ചാനലിലും കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് ചാനൽ ത്രൂ ആയിരിക്കും നമ്മൾ ബില്ലൊക്കെ ഷെയർ ചെയ്യുന്നത്. ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും നമ്മുടെ കൊറിയർ വരുന്നത്. അപ്പം ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് നിയറസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിന്റെ ഷോർട്സ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ പ്ലാന്റ്സിന്റെ സൈസ് നോക്കിയോളൂ, വെൽ റൂട്ടഡ് ആണ്. പിന്നെ ഇത് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യേണ്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മണ്ണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചകിരിച്ചോറിൽ പ്ലാന്റ്സ് നടാൻ ശ്രമിക്കുക. ചൂട് കാലത്ത് നോക്കി ഇതുപോലെ ചകിരിച്ചോറിൽ പ്ലാന്റ്സ് നടുകയാണെങ്കിൽ ഒരു ദിവസം അല്ല 1.5 ദിവസം വെള്ളം ഒഴിച്ചില്ലേ പോലും പ്ലാന്റ്സിന് ആ ഒരു ചകിരിച്ചോറ് വെള്ളമയം ഉള്ളതുകൊണ്ട് പ്ലാന്റ്സ് പെട്ടെന്ന് പോവാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് ചകിരിച്ചോറിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പ്ലാന്റ്സിന്റെ റേറ്റും പ്ലാന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാ ഡൗട്ട്സും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കട്ടിങ്സ് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക. കട്ടിങ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ വെച്ച് നട്ട് പ്രോബ്ലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെ നിങ്ങളുടെ പ്ലാന്റ് ഡാമേജ് ആയിക്കഴിഞ്ഞ് നമ്മൾ തരുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അൺബോക്സിംഗ് വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് തരും. അല്ലാത്ത പക്ഷം നട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടിനുള്ള ഓപ്ഷൻ ഇല്ല. അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ചൈനീസ് ബോൾസത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോ വരും വീഡിയോകളിൽ പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.